സമർപ്പണത്തോടെ, പ്രാർത്ഥനയോടെ, വലിയ പ്രതീക്ഷയോടെ റോമർക്ക് ലേഖനം 8-ാം അധ്യായം 37-ാം വാക്യം. റോമർ 8:37 ഒറ്റ വാക്യം ശബ്ദമുയർത്തി വായിക്കാം. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും ഭാഗിക ജയമല്ല, പൂർണ്ണ ജയം. ശക്തിയോടെ പറഞ്ഞ എന്തോ ജയമാണ്? പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ദ കംപ്ലീറ്റ് വിക്ടോറി. നാം കേൾക്കുന്ന ഈ നല്ല ടീച്ചിങ്ങിൻ്റെ തലക്കെട്ട് ഇതാണ്: വിക്ടോറിയസ് ലൈഫ്, ജയകരമായ ജീവിതം. വിക്ടോറിയസ് ലൈഫ്. പല ആംഗിളിൽ പല പ്രാവശ്യം ഇത് കേട്ടിട്ടുള്ളതാണ്. ചില മെസ്സേജുകൾ, ചില പ്രത്യേക കാര്യങ്ങൾ ക്യാപിറ്റുലേഷനാണ്. മീനിങ് ആവർത്തിച്ച് നമ്മൾ കേൾക്കാനുള്ളതാണ്. അത് ജീവിതത്തിൽ മാതാപിതാക്കൾ പറയുന്നതായിരിക്കാം, അധ്യാപകർ പറയുന്നതായിരിക്കാം, അതിലുപരി കർത്താവ് പറയുന്നതായിരിക്കാം. ചില പ്രാധാന്യമുള്ളതായ ദൂതുകൾ ആവർത്തിച്ച് കേൾക്കുന്നതാണ്. പക്ഷേ അതൊരിക്കലും ബോറിംഗ് ആയിരിക്കത്തില്ല. അത് ജീവിതത്തിന് വളരെ അനുഗ്രഹമായിരിക്കും. കാരണം അത് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കഴിഞ്ഞ ആഴ്ച പാരീസിൽ ഒളിമ്പിക്സ് ആരംഭിക്കുകയുണ്ടായി. ഒളിമ്പിക്സിൻ്റെ വിക്ടറി സ്റ്റാൻഡിൽ ആദ്യം കയറി നിന്നത് ഗോൾഡ് മെഡൽ, ഒന്നാമത്തെ ഗോൾഡ് മെഡൽ ചൈനയ്ക്കാണ് ലഭിച്ചത്. ചൈനീസ് സ്പോർട്സ് താരങ്ങളെക്കുറിച്ച് ഇങ്ങനെ വായിപ്പാനിടയായി തീർന്നു. ജനിച്ച് 3 മാസം ആകുമ്പോൾ തന്നെ, 3 മാസം, 3 വയസ്സല്ല, 3 മാസമാകുമ്പോൾ തന്നെ ആ കുഞ്ഞുങ്ങൾ, സ്തോത്രം, അതെ, പരിശീലിപ്പിക്കപ്പെട്ട് തുടങ്ങിയാണ് 3 മാസം മുതൽ. അർത്ഥം, സ്തോത്രം, ആ കുട്ടികളുടെ ജീവിതം മറ്റു കുഞ്ഞുങ്ങളെ പോലെയല്ല. മറ്റു കുട്ടികളെപ്പോലെ കഴിപ്പാനും മറ്റു കുട്ടികളെപ്പോലെ ആഹാരം കഴിപ്പാനും അവർക്ക് കഴിയത്തില്ല. അവർക്ക് സ്വന്തമായി അവരുടേതായിട്ടുള്ള ഒരു പ്രോഗ്രാമിലോ ഇഷ്ടത്തിലോ അല്ല ആ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത്. അവിടെ ലൈഫ് ടൈം മുഴുവൻ, സ്തോത്രം, ചില പ്രത്യേക പരിശീലനത്തിൽ, ആരുടെയോ നിർദ്ദേശത്തിന് കീഴിൽ അവരായിരിക്കുന്നത് കൊണ്ട് അവർ പിന്നത്തേതിൽ ലോകപ്രസിദ്ധർ ആയിത്തീരുന്നു. അവർ, സ്തോത്രം, ബ്രോൺസ് അല്ല, സിൽവർ അല്ല, ഗോൾഡ് മെഡൽ തന്നെ ജേതാക്കളായി ലോകരാജ്യങ്ങളുടെ ശ്രദ്ധയിൽ ആയിത്തീരുന്നു. സ്തോത്രം, ചൈനീസ് അല്ലെങ്കിൽ അവരുടെ റെപ്രസെൻ്റ് ചെയ്യുന്ന രാജ്യങ്ങളുടെ ദേശീയ ഗാനം ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ മുഴങ്ങുന്നതായ സമയത്ത് അവർ നടന്നു വന്ന് അവരുടെ ജയപീഠത്തിൽ, അവരുടെ വിക്ടറി സ്റ്റാൻഡിൽ അവർ കയറി നിൽക്കുന്നു. ഇന്ന് പകൽ ഈ ദൂതിൽ നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ, ദൈവകൃപയാൽ ആത്മാവിൽ ഒരു ചിത്രം നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു ചിത്രം ദൈവത്തിൻ്റെ ഹൃദയത്തിലുണ്ട്. അതേപോലെ ആ ദൈവത്തിൻ്റെ വെളിപ്പാട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഒരു ചിത്രം ഉണ്ടാകണം. ഒരിക്കൽ കൂടെ, നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഒരു ചിത്രം ഉണ്ടാകണം. ആ ചിത്രം അപ്പൻ പറഞ്ഞതോ, അമ്മ പറഞ്ഞതോ, മിത്രങ്ങൾ തന്നതോ, ബന്ധുക്കൾ തന്നതോ, ശത്രു പറഞ്ഞതോ ഒന്നുമാകല്ല. പകരം ദൈവം നിങ്ങളെക്കുറിച്ച് കാണുന്നതായ ഒരു ദൈവിക ചിത്രം ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാകണം. നിങ്ങളുടെ ലിവിങ് റൂമിൽ കയറി വരുമ്പോൾ നിങ്ങളുടെ ഫാമിലി ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒറ്റയ്ക്കുള്ള ഫോട്ടോ ഉള്ളതുപോലെ എല്ലാ യങ്സ്റ്റേഴ്സും കേൾക്കണം. പ്രത്യേകിച്ച് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു ചിത്രം ഉണ്ടായിരിക്കണം. അത് തോറ്റ ചിത്രമല്ല, നാണം കെട്ട ചിത്രമല്ല, അവഹേളിക്കപ്പെട്ടതല്ല. പകരം, സ്തോത്രം, സകലത്തിനെ ജയിക്കുന്ന ഒരു ചിത്രമാണ്. ഹല്ലേലൂയ. സോ വളരെ പ്രധാനമായി ഞാൻ പറയട്ടെ, ജീവിതം തോൽക്കാനുള്ളതല്ല, ജീവിതം ജയിക്കാനുള്ളതാണ്. ഒരിക്കൽ കൂടെ, ജീവിതം തോൽക്കാനുള്ളതല്ല, ജീവിതം ജയിക്കാനുള്ളതാണ്. ജീവിതത്തിൽ, സ്തോത്രം, വിലപിച്ചല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. കണ്ണുനീരെന്ന് മാറുമോ, വേദന എന്ന് തീരുമോ, കണ്ണുനീർ മാറി വേദനകളിൽ, ഇതല്ല ജീവിതം. പകരം തിരുവചനം പറയുന്നു, കർത്താവ് നിങ്ങൾ വിളിച്ചിരിക്കുന്നത് നാട്ടുകാരുടെ മുൻപിൽ തോൽപ്പിക്കാനല്ല. ദൈവം നിങ്ങളെ കൃപയാൽ രക്ഷിച്ചിരിക്കുന്നത് ബന്ധുക്കളുടെ മുൻപിൽ പരിഹസിക്കപ്പെടാനല്ല. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് നിങ്ങളെക്കുറിച്ച് അപവാദം പറയുന്നവരുടെ നടുവിൽ, സ്തോത്രം, അതേ, നാണം കെട്ട് നിൽപ്പാനല്ല. കാരണം ഈ പുസ്തകം ആരാണോ ഉയർത്തിയത്, ദൈവം അവരുടെ ജീവിതത്തെ ഉയർത്തുന്നു. അതുകൊണ്ട് ജയം മാത്രം ചിന്തിച്ചാട്ടെ.
ജയത്തിനു വേണ്ടി നിങ്ങളെ തന്നെ ഒരുക്കുകയാട്ടെ. കാരണം ക്രിസ്തു യേശുവിൽ തിരുവചനം പറയുന്നു, ക്രിസ്തു യേശുവിൽ നിങ്ങളെ ജയോത്സവമായി ദൈവം വഴി നടത്തുന്നു. ക്രിസ്തു യേശുവിൽ നാണം കെട്ടല്ല നിങ്ങൾ നടക്കുന്നത്, പരാജയപ്പെട്ടല്ല നടക്കുന്നത്, പ്രശ്നങ്ങൾ കടന്നു വന്ന് മുറിവേറ്റല്ല നിങ്ങൾ നടക്കുന്നത്. പകരം ക്രിസ്തു യേശുവിൽ നിങ്ങൾ ജയിച്ച് നടക്കുകയാണ്. 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് കൊരിന്ത്യരെ നോക്കി പറയുന്നു, ക്രിസ്തുവിൽ ജയോത്സവമായി നിങ്ങളെ ദൈവം വഴി നടത്തുന്നു. സോ എന്താണ് ആ ജയോത്സവമായി വഴി നടത്തുന്നതെന്ന് പറഞ്ഞാൽ, ആ സൈന്യാധിപൻ, റോമൻ സൈന്യാധിപൻ ഏതോ പ്രദേശങ്ങളിലേക്ക് കടന്നുപോയി ആ പ്രദേശത്തുള്ള രാജാക്കന്മാരെ തോൽപ്പിക്കുന്നു. ആ രാജാക്കന്മാരെ തോൽപ്പിച്ച് ആ രാജ്യങ്ങളുടെ വലിയ ധനത്തെ കൈവശമാക്കി അദ്ദേഹം റോമാപുരിയിലേക്ക് മടങ്ങി വരുന്നു. വെറും കൈയോടെയല്ല മടങ്ങി വരുന്നത്, ജയിച്ച് തൻ്റെ ജയ സൈന്യവുമായി അദ്ദേഹം വരികയാണ്. വലിയ ഭാരിച്ചതായ സ്തോത്രം സമ്പത്ത് ഉണ്ടായിരിക്കും. അദ്ദേഹം മടങ്ങി വരുമ്പോൾ റോമ രാജാവ് അദ്ദേഹത്തെ സ്വീകരിപ്പാൻ തക്കോണം ഒരു പ്രത്യേക സ്തോത്രം റിസപ്ഷൻ പാർട്ടി അല്ലെങ്കിൽ സെലിബ്രേഷൻ പാർട്ടി റോമ പട്ടണത്തിൽ സംഘടിപ്പിക്കും. ഇന്നും റോമിൽ നിങ്ങൾ അതേ ടൂറിസ്റ്റായി കടന്നു പോകുമ്പോൾ അവർ വിവരിക്കും, ഈ തെരുവിലൂടെയാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് അവർ ജയോത്സവമായി അവർ നടന്നിരുന്നത്. പൗലോസ് പറയുന്നതായ ജയോത്സവത്തിൻ്റെ ഏറ്റവും മുന്നിൽ പോകുന്നത് റോമ പട്ടണത്തിൻ്റെ മേയറും ജഡ്ജസും ഒക്കെ ആയിരിക്കും. റോമ പട്ടണത്തിൻ്റെ ന്യായാധിപന്മാർ, അതുപോലെ റോമ പട്ടണത്തിൻ്റെ മേയറായിരിക്കും ഏറ്റവും മുന്നിൽ നടക്കുന്നത്. ആർമിയുടെ ഒരു പ്രത്യേക ഭാഗം സ്തോത്രം തൊട്ട് പിന്നാലെ നടക്കും. അതിന് പിന്നാലെ തോറ്റുപോയ ആർമി, തോറ്റുപോയ ശത്രുവിൻ്റെ ആർമി ഉണ്ടല്ലോ, അവരെ വിവസ്ത്രരാക്കി നാണം കെടുത്തി ആ സൈന്യം നടക്കുകയാണ്. അതിൻ്റെ മധ്യത്തിൽ തോറ്റ രാജാവിനെ നാണം കെടുത്തി വിവസ്ത്രനാക്കി നടക്കുന്നു. അവരെങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? തോറ്റവരെ കൊല്ലുവാൻ വേണ്ടി കൊണ്ടുപോകുകയാണ്. ആ തോറ്റ സൈന്യത്തിന് തൊട്ട് പിൻപിൽ ജയിച്ച സൈന്യം കടന്നു പോകുന്നു. അപ്പോഴേക്കും ആൾക്കാർ ഭയങ്കരമായി ബഹളമുണ്ടാക്കി. അതേ ബഹളം ഇൻ ദ സെൻസ് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നു. കാരണം നമ്മുടെ സൈന്യം ജയിച്ചു. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ലോകകപ്പുമായി മടങ്ങി വന്നപ്പോൾ എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരാണ് സെലിബ്രേറ്റ് ചെയ്തത്. അർജന്റീന ടീം ജയിച്ച് അർജന്റീനയിൽ കപ്പുമായി പോയപ്പോൾ അർജന്റീന സമൂഹം മുഴുവൻ തെരുവിലേക്ക് ഇറങ്ങി അവരെ സ്വീകരിച്ചതുപോലെ റോമ പട്ടണക്കാർ മുഴുവൻ, ഈവൻ റോമ പട്ടണമല്ല അതിൻ്റെ പുറത്തുള്ളവർ പോലും ദിവസങ്ങൾ യാത്ര ചെയ്ത് അവരെ സെലിബ്രേറ്റ് ചെയ്യുവാൻ, അവരെ സ്വീകരിപ്പാൻ വേണ്ടി അവർ കൂടി വന്ന് അവരെല്ലാം ബഹളമുണ്ടാക്കും. അവരെല്ലാവരും സ്തോത്രം ആഘോഷിക്കും. എല്ലാവരും സ്തോത്രം അവരെ സ്വാഗതം ചെയ്യും. അതിന് പിൻപിൽ ആ ജയിച്ച സൈന്യത്തിന് പിൻപിൽ രാജാവ് കടന്നു പോകും. പക്ഷെ രാജാവോ സ്തോത്രം റോയൽ ഫാമിലിയോ അല്ല അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതായ വ്യക്തിത്വം. ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആ സൈന്യത്തെ ശത്രുവിൻ്റെ പാളയത്തിലേക്ക് നയിച്ച് ജയിച്ചു വരുന്ന കമാൻഡർ ഇൻ ചീഫാണ്. ആ സൈന്യാധിപനാണ്. ആ സൈന്യത്തെ നയിക്കേണ്ട ക്രമത്തിൽ നയിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് ജയിപ്പാൻ ഗുണം കഴിഞ്ഞത്. യേശുവിൻ്റെ നാമത്തിൽ. അയ്യോ എന്നെ ആരും ഒന്നും ചെയ്യല്ല, ഞാനും ഒന്നും ചെയ്യത്തില്ല, എനിക്ക് പ്രശ്നമൊന്നും വരില്ല, ഞാനും പ്രശ്നത്തിൻ്റെ പിന്നാലെ പോകത്തില്ല. പണ്ടൊരു ദേവദാസിനോട് പറഞ്ഞതുപോലെ ഞാനിപ്പം പഴയതുപോലെ ഭൂതത്തെ ശാസിക്കാറില്ല. അപ്പം ഞാൻ തിരിച്ചു ചോദിച്ചു, അപ്പോൾ നിങ്ങളൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പോകുന്നതല്ലേ? മനസ്സിലായോ? അപ്പോൾ ഞാൻ ഭൂതത്തെ ശാസിക്കത്തില്ല. ഭൂതത്തെ ശാസിച്ചാൽ അവനെ ശല്യപ്പെടുത്തിയാൽ അവൻ്റെ കീഴിൽ കിടക്കുന്ന 10 ആത്മാക്കൾ വിടുവിക്കപ്പെടും. മറ്റേത് ആത്മാക്കൾ വിടുവിക്കപ്പെട്ട എൻ്റെ ഉറക്കം ചിലപ്പോൾ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സ്തോത്രം ഞാനിപ്പോൾ പഴയതുപോലെ ഒരു കോംപ്രമൈസിലാണ് ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്. ഖമാൻ ഹല്ലേലൂയ. സോ നോക്കണമേ സ്തോത്രം. എന്നാൽ അങ്ങനെയല്ല. ഈ സൈന്യാധിപൻ ശത്രുവിൻ്റെ പാളയത്തിലേക്ക് സൈന്യമായി ഇരച്ചു കയറി ശത്രുവിനെ തോൽപ്പിച്ച് അവൻ്റെ രാജാവിനെയും അവൻ്റെ സൈന്യത്തെയും പിടിച്ചു കെട്ടി അടിമകളാക്കി കൊണ്ടുവരുമ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്, അന്ന് ഏറ്റവും കൂടുതൽ പ്രശംസ പറ്റുന്നത് കൊട്ടാരത്തിൽ കിടന്നുറങ്ങിയ റോമ ചക്രവർത്തി അല്ല, ശത്രുവിൻ്റെ പാളയത്തിലേക്ക് ഇരച്ചു കയറി സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ജയിച്ചു വന്നതായ ആ സൈന്യമാണ്, സൈന്യാധിപനാണ്. സ്വാധീനം ഒരു വിക്ടറി പ്രൊസഷൻ ഉണ്ട്. ആ പ്രൊസഷൻ്റെ പേരാണ്, ആ പ്രൊസഷനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഘോഷയാത്രയെക്കുറിച്ച് പൗലോസ് പറയുന്നു, ക്രിസ്തുവിൽ നിങ്ങളെ ജയോത്സവമായി വഴി നടത്തുന്നു. അതുകൊണ്ട് ജീവിതം തോൽക്കാനുള്ളതല്ല. നിങ്ങൾ ഏത് പട്ടണത്തിലാണോ ആയിരിക്കുന്നത്, ഏത് ഗ്രാമത്തിലാണോ ആയിരിക്കുന്നത്, അവിടെ നിങ്ങൾ തല ഉയർത്തി ജയിച്ച് നടക്കാൻ പോകുന്നു. തോൽവിക്ക് അനുമതി കാതു.
മീനിങ് തോൽക്കാൻ നിങ്ങൾക്ക് വകുപ്പില്ല. തോൽവി ചിന്തിക്കല്ലേ. അത് വിദ്യാഭ്യാസത്തിലായിരിക്കാം, ബിസിനസ്സിലായിരിക്കാം, സമ്പത്തിലായിരിക്കാം, ആരോഗ്യത്തിലായിരിക്കാം. ഒരൊറ്റ വിഷയത്തിൽ, നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ജീവിതത്തിൽ നിങ്ങൾ തോൽക്കുന്നവരല്ല. അടുത്ത സെന്റൻസ് ഇമ്പോർട്ടൻ്റ്. സ്നേഹത്തിൻ്റെ കൊടിക്കീഴിൽ നിൽക്കുന്നവൻ ജയത്തിൻ്റെ കൊടിക്കീഴിലായിരിക്കും. അവൻ എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു, അവൻ എന്നെ വിരുന്ന് വീട്ടിൽ കൂട്ടിക്കൊണ്ടുവന്നു. എൻ്റെ മെയ്തെ പിടിച്ചിരുന്നത് സ്നേഹത്തിൻ്റെ കൊടിയെന്ന് ഉത്തമഗീതം 2 പറയുന്നു. അഗപ്പേ ലാവ്, ദൈവസ്നേഹത്തിൻ്റെ കൊടിക്കീഴിൽ, ക്രൂശിൽ വെളിപ്പെട്ട ദൈവസ്നേഹത്തിൻ്റെ കൊടിക്കീഴിൽ നിങ്ങൾ നിൽക്കുന്നവരാണ് എങ്കിൽ, കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ കൊടിക്കീഴിൽ നിങ്ങൾ വസിക്കുന്നവരാണ് എങ്കിൽ, യഹോവ നിസി എന്ന ജയത്തിൻ്റെ കൊടിക്കീഴിലായിരിക്കും നിങ്ങളുടെ ജീവിതം മുന്നേറുവാൻ പോകുന്നത്. സ്നേഹത്തിൻ്റെ കൊടി എവിടെയുണ്ടോ അവിടെ അത് നിശ്ചയമായി ജയകൊടിയായിരിക്കും. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ദൈവസ്നേഹത്തിൽ നിങ്ങൾ വസിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ തോൽക്കുന്നവരായിരിക്കത്തില്ല. കർത്താവിൻ്റെ കൃപയാൽ ജീവിതം ജയിക്കുന്നത് തന്നെ ആയിരിക്കും. ഹല്ലേലൂയ. ഒളിമ്പിക്സിൻ്റെ ഗോൾഡ് മെഡൽ, അത് വിക്ടറി സ്റ്റാൻഡിൽ നല്ലൊരു സ്പോർട്സ് താരം കയറി നിൽക്കുന്നത് പോലെ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ കാണേണ്ടതായിട്ടുള്ള ചിത്രം ജീവിതം തോൽക്കുന്നതല്ല, പകരം ജയിക്കുന്നതത്രേ. ഒരു വിഷയങ്ങൾക്കും നിങ്ങൾക്ക് തോൽപ്പിപ്പാൻ കഴിയത്തില്ല. തിരുവചനം പറയുന്നു, വിഷയങ്ങളുണ്ട്, തീയുണ്ട്, വെള്ളമുണ്ട്, കൊടുങ്കാറ്റുണ്ട്. യോബിന് നേരെ കൊടുങ്കാറ്റ് കടന്നു വന്നു. ശദ്രക് മേശക് അബേദ്നെഗോവിന് നേരെ തീ കടന്നു വന്നു. സ്തോത്രം. അതെ, യോശുവയ്ക്കും കൂട്ടർക്കും നേരെ കവിഞ്ഞൊഴുക്കുന്നതായ യോർദാൻ ഉണ്ടായിരുന്നു. പക്ഷേ ആ വെള്ളത്തെ അവർ തോൽപ്പിച്ചു. ആ എബ്രായ ബാലന്മാർ ആ തീയെ തോൽപ്പിച്ചു, ആ കാറ്റിനെ തോൽപ്പിച്ചു. ഒരു ജീവിതം ദൈവം യോബിന് നൽകി. നിങ്ങൾക്ക് നിങ്ങളുടേതായ തീ ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടേതായ കാറ്റുണ്ടായിരിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വെള്ളമുണ്ടായിരിക്കാം. എന്നാൽ നിങ്ങൾ അതിൻ്റെ മുൻപിൽ തോൽക്കുവാൻ പോകുന്നില്ല. പകരം കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിൻ്റെ സ്തോത്രം. അതെ, അതിനെ നിങ്ങൾ തോൽപ്പിക്കാൻ വേണ്ടി പോകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. കാരണം പാപത്തെ നിങ്ങൾ തോൽപ്പിക്കുമ്പോൾ, യേശുവിനെ സ്നേഹിച്ച് പാപത്തെ നിങ്ങൾ തോൽപ്പിക്കുമ്പോൾ, എബ്രായർ 12:8, പാപത്തെ പ്രാണത്യാഗത്തോടെ എതിർത്ത് നിൽക്കുമ്പോൾ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ നിങ്ങൾ സ്നേഹിക്കുമ്പോൾ, ലോകത്തെ നിങ്ങൾ എതിർക്കുമ്പോൾ, ലോകത്തെ നിങ്ങൾ എതിർക്കുമ്പോൾ, പാപത്തെ നിങ്ങൾ എതിർക്കുമ്പോൾ, ലോകത്തെ നിങ്ങൾ എതിർക്കുമ്പോൾ, യേശുവിനെ സ്നേഹിക്കുമ്പോൾ, 2 കാര്യത്തെ നിങ്ങൾ വെറുക്കുമ്പോൾ, 1 സ്തോത്രം, അതെ, പാപത്തെ വെറുക്കുമ്പോൾ, 2 ലോകത്തെ വെറുക്കുമ്പോൾ, യേശുവിനെ സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം ജയത്തിൻ്റെ ജീവിതമാകുന്നു. ആരോ ഇന്ന് പകൽ ലോകത്തെ വെറുക്കേണ്ടതായിട്ടുണ്ട്. ആരോ ഇന്ന് പകൽക്കാലം മുതൽ പാപത്തെ വിട്ട് ഓടേണ്ടതായിട്ടുണ്ട്, പാപത്തെ എതിർക്കേണ്ടതായിട്ടുണ്ട്. പാപത്തെ നിങ്ങൾ എതിർക്കുമ്പോൾ, ലോകത്തെ നിങ്ങൾ എതിർക്കുമ്പോൾ, നിങ്ങൾ ലോകത്തിൽ നിന്ന് വ്യത്യസ്തരാണ്. നിങ്ങളെ ക്ലാസ് റൂമിലിരിക്കുന്ന മറ്റുള്ളവരെ പോലെയല്ല, നിങ്ങളുടെ കോളേജ് ക്യാമ്പസിലുള്ള മറ്റുള്ളവരെ പോലെയല്ല, നാട്ടുകാരെ പോലെയല്ല നിങ്ങളായിരിക്കുന്നത്. സ്തോത്രം. നിങ്ങളുടെ നടപ്പ് മാറുന്നു, നിങ്ങളുടെ വാക്ക് മാറുന്നു. നിങ്ങൾ വാക്ക് എന്താണോ നിങ്ങൾ പറയുന്നത് അതനുസരിച്ച് നിങ്ങളുടെ നടപ്പ് ആയിത്തീരുന്നു. പലരുടെയും വാക്കും നടപ്പും 2 എന്നാൽ സ്തോത്രം, നാടകമാകല്ലേ ജീവിതം. എന്താണോ നിങ്ങൾ പറയുന്നത് ആ പറയുന്ന ടോക്ക് അനുസരിച്ച് നിങ്ങളുടെ വാക്ക് ആണെങ്കിൽ, സ്തോത്രം, നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ യേശു ഉണ്ടായിരിക്കും. യേശു നിങ്ങളുടെ പടകിലുണ്ടെങ്കിൽ, യേശു നിങ്ങളുടെ ജീവിത പടകിലുണ്ടെങ്കിൽ, സ്തോത്രം, കൊടുങ്കാറ്റുണ്ടായിരിക്കും, തിരമാല ഉണ്ടായിരിക്കും. പക്ഷേ സ്തോത്രം, നിങ്ങൾ തോൽക്കത്തില്ല. നിങ്ങൾ എത്തിച്ചേരേണ്ട ഭാഗത്ത് ദൈവത്തിൻ്റെ പ്രിയാൽ എത്തുക തന്നെ ചെയ്യും. റോമാലേഖനം 8-ാം അധ്യായം, സ്തോത്രം, വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. അതെ, റൂഫ് ഓഫ് ദ വേൾഡ്, ഈ ലോകത്തിൻ്റെ മേൽക്കൂരയാണ് എന്ന് എവറസ്റ്റിനെ അല്ലെങ്കിൽ ഹിമാലയത്തെക്കുറിച്ച് പറയുന്നു എങ്കിൽ, ഹിമാലയത്തിൻ്റെ ഉയർന്ന ഭാഗമാണല്ലോ എവറസ്റ്റ്. പുതിയ നിയമത്തിൻ്റെ ഒരു എവറസ്റ്റാണ് സ്തോത്രം റോമാലേഖനം 8-ാം അധ്യായം എന്ന് പറയാം. പുതിയ നിയമത്തിൻ്റെ ഒരു എവറസ്റ്റാണ് സ്തോത്രം റോമാലേഖനം 8-ാം അധ്യായം. ആ റോമാലേഖനം 8-ാം അധ്യായത്തിൽ സ്തോത്രം, അതെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ജയത്തിൻ്റെ വളരെ പവർഫുൾ ആയിട്ടുള്ള, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായ പല വെളിപ്പാടുകൾ പൗലോസ് ഒരു മാല പോലെ കോർത്ത് എഴുതിയിരിക്കുകയാണ്. പൗലോസിൻ്റെ ഏറ്റവും ഈടുട്ട അധ്യായങ്ങളിൽ ഒന്ന് അല്ലെങ്കിൽ ലേഖനങ്ങളിൽ ഒന്നാണ് റോമാലേഖനവും, വിശേഷിച്ച് റോമാലേഖനം 8-ാം അധ്യായവും. ഞാൻ വീണ്ടും പറയട്ടെ, 13 ലേഖനങ്ങൾ പൗലോസ് എഴുതി. അതിൽ ഏറ്റവും പ്രൊഫൗണ്ട് ആയിട്ടുള്ള, ഏറ്റവും ശക്തിയുള്ളതായ ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ, സകല തിയോളജിയന്മാർ, സകല വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയും റോമാലേഖനം 8-ാം അധ്യായമാണ്. കാരണം റോമാലേഖനം 8-ാം അധ്യായം മറ്റ് ഏതൊരു വേദ
വേദഭാഗത്തെക്കാൾ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആത്മീയ സത്യങ്ങളാണ് ദൈവകൃപയാൽ സ്തോത്രം അത് എഴുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് റോമാലേഖനം 8-ാം അധ്യായം ഏറ്റവും കൂടുതൽ താലോലിക്കുന്ന, ഹൃദയത്തിൽ കൊണ്ടു നടക്കാൻ പറ്റുന്നതായ ഒരു വേദഭാഗമാണ്. 23-ാം സങ്കീർത്തനം കാണാതെ അറിയാവുന്നവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. 23-ാം സങ്കീർത്തനം കാണാതെ അറിയാവുന്നവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. പവർഫുൾ, ഹല്ലേലൂയ. 121-ാം സങ്കീർത്തനം കാണാതെ അറിയാവുന്നവർ കരങ്ങളെ ചലിപ്പിച്ചാട്ടെ. 121-ാം സങ്കീർത്തനം വണ്ടർഫുൾ, ഹല്ലേലൂയ. 119-ാം സങ്കീർത്തനം, 119-ാം സങ്കീർത്തനം ഒരു തരം, 119-ാം സങ്കീർത്തനം രണ്ട് തരം. 119-ാം സങ്കീർത്തനം അറിയാന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കരങ്ങളെ ചലിപ്പിച്ചാട്ടെ. 119-ാം സങ്കീർത്തനം, 119-ാം സങ്കീർത്തനം. സുമാരൻ ബ്രദർ എന്നെ കണ്ടിട്ടേ പോകാവൂ. ഹല്ലേലൂയ, സ്തോത്രം. സുമാരൻ ബ്രദറിന് ഈ സർവീസിന് ശേഷം ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരിക്കും. സ്തോത്രം. അതെ, നോക്കണമേ. എന്നിട്ട് അതേ നോക്കണമേ. അപ്പോൾ ഇങ്ങനെ 91-ാം സങ്കീർത്തനം അറിയാമെന്നുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. അറിയാമെന്നുള്ളത് കാണാതെ പറയാൻ പറ്റുന്നവർ 91-ാം സങ്കീർത്തനം. പവർഫുൾ, ഹല്ലേലൂയ. ഐ ആം സോ പ്രൗഡ് ഓഫ് യു. മറ്റു സഭകളെക്കാൾ വ്യത്യസ്തമാണ് നിങ്ങൾ എന്നതിനോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് കർത്താവ് കഴിഞ്ഞാൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും നിങ്ങൾക്ക് തന്നെയാണ്. 23-ാം സങ്കീർത്തനം, 121-ാം സങ്കീർത്തനം, 91-ാം സങ്കീർത്തനം നമ്മൾ കാണാതെ പറയുന്നു. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച 13-ാം തീയതി വെള്ളിയാഴ്ചയാണെങ്കിൽ, ഒരിക്കൽ കൂടെ 13-ാം തീയതി വെള്ളിയാഴ്ചയാണെങ്കിൽ മിക്കവാറും പേര് ഉരുവിടുന്ന സങ്കീർത്തനമായിരിക്കാം. സ്തോത്രം. അത് ഏത്? 91-ാം സങ്കീർത്തനം. ചില വേദഭാഗങ്ങൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടത് എന്നതുപോലെ, ചില വേദഭാഗങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ താലോലിക്കുന്നു എന്നതുപോലെ 91-ാം സങ്കീർത്തനവും 121-ാം സങ്കീർത്തനവും അതുപോലെ 23-ാം സങ്കീർത്തനം പോലെ നിങ്ങൾ കാണാതെ പഠിക്കാൻ ആവശ്യമല്ല, അത്യാവശ്യമായിരിക്കുന്ന ഒരു വേദഭാഗമാണ് റോമാലേഖനം 8-ാം അധ്യായം. സോ ഇന്ന് മുതൽ ദൈവകൃപയാൽ റോമാലേഖനം 8-ാം അധ്യായം നിങ്ങൾ കാണാതെ പഠിക്കുന്നെങ്കിൽ അത് പുതിയ നിയമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അത്ര പവർഫുൾ ആയിട്ടുള്ള, അത്ര ശക്തമായിട്ടുള്ള, ലോകത്തിൽ എവറസ്റ്റ് എന്നതുപോലെ ഏറ്റവും ഉന്നതമായ ആത്മീയ സത്യമാണ്. കൂടെ കേൾക്കേണ്ടതാണ് റോമാലേഖനം 8-ാം അധ്യായം. ആമേൻ. കേൾക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. സോ ജയ ജീവിതത്തിന് വേണ്ടിയുള്ളതായ 7 പവർഫുൾ ട്രൂത്ത്, 7 ഉന്നതമായ വെളിപ്പാടുകൾ ഞാൻ നിങ്ങൾ നോക്കി പറയട്ടെ. നിങ്ങളുടെ ജീവിതം തോൽക്കാനുള്ളതല്ല. നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഒരിക്കലും തലകൊഞ്ഞു പോകത്തില്ല. നിങ്ങൾക്ക് അതിശക്തമായിട്ടുള്ള ഉലച്ചിലുകളും തകർച്ചകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ അടുത്ത സെക്കൻഡിൽ, ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ദൈവത്തിന് അല്പം സ്പേസ് കൊടുക്കുക. ദൈവത്തിന് ചില ദിവസങ്ങൾ കൊടുക്കുക. അത് കഴിയുമ്പോൾ ഒരു ഫിനിക്സ് പക്ഷി ഉയരുന്നത് പോലെ കഴിഞ്ഞ തലങ്ങളിൽ നിങ്ങൾ നിന്നിട്ടില്ലാത്ത ക്രമത്തിൽ നിങ്ങൾ ഉന്നതമായി മാനിക്കപ്പെടും, ഉന്നതമായി ഉയർത്തപ്പെടും. ഹല്ലേലൂയ. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞാട്. ആരൊക്കെയോ ഈ ദിവസങ്ങളിൽ ഭീഷണികളിലൂടെ പോകുന്നുണ്ടായിരിക്കാം, പ്രശ്നങ്ങളിലൂടെ പോകുന്നുണ്ടായിരിക്കാം, പരീക്ഷകളിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം. സ്തോത്രം. പക്ഷേ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു വലിയ ഉയർച്ചയുണ്ട്. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി. Therefore God lifted him. അതുകൊണ്ട് എല്ലാവരും ശബ്ദം ഉയർത്തിയാട്ടെ. അതുകൊണ്ട് അതുകൊണ്ട് അവൻ ഏതാണ്ട് വില കൊടുത്തു. അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി. അതുപോലെ നിങ്ങൾ വില കൊടുത്തു, നിങ്ങൾ കരഞ്ഞു, നിങ്ങൾ ഉപവസിച്ചു, നിങ്ങൾ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് there is a gap. ദൈവത്തിന് കൊടുക്കുന്നതായ ഒരു സ്പേസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരിക്കലും ഈ തലത്തിലായിരിക്കത്തില്ല നിങ്ങൾ. In Jesus name. Hallelujah. ഈ തലത്തിലായിരിക്കത്തില്ല, ഈ അവസ്ഥയിലായിരിക്കത്തില്ല. അവസ്ഥകളും അനുഭവങ്ങളും ഒക്കെ ഭയങ്കരമായി മാറ്റം വരും. വലിയ മാറ്റം നിങ്ങളുടെ മുൻപിലുണ്ട്. അതുകൊണ്ട് ക്രിസ്തു യേശുവിൽ നമുക്ക് പൂർണ്ണ ജയമുണ്ട്. പൂർണ്ണ ജയം. എല്ലാവരും പറഞ്ഞാൽ എന്തോ ജയം? പൂർണ്ണ ജയം. ഒന്നിൽ തോറ്റ് മറ്റതിൽ മാത്രമല്ല ജയം. ചിലതിലൊക്കെ തോറ്റിട്ട് ചിലതിൽ മാത്രമല്ല ജയം. നോ, അതല്ല കർത്താവ് പറഞ്ഞത്. യോഹന്നാൻ 10:10 വായിക്കുമ്പോൾ ജീവനും സമൃദ്ധിയായ ജീവനും, മീനിങ് സ്തോത്രം, അതെ, ഒരു ഫുൾനെസ് അതിൽ കാണുവാൻ തൊക്കെ കഴിയും. അതുകൊണ്ട് കർത്താവ് നിങ്ങൾക്ക് ജയ ജീവിതം എന്ന് പറയുമ്പോൾ ഒരു ടോട്ടൽ വിക്ടറിയാണ് പ്രോമിസ് ചെയ്യുന്നത്. ചിലതിൽ തോറ്റ് ചിലതിൽ ജയിക്കുന്നവരല്ല, ചിലതിൽ കരഞ്ഞ് ചിലതിൽ ചിരിക്കുന്നവരല്ല. സകല വിഷയങ്ങളിലും നിങ്ങൾക്കൊരു ജയമുണ്ടായിരിക്കും. ആമേൻ. സകല വിഷയങ്ങളിൽ നിങ്ങൾക്ക് ജയമുണ്ടായിരിക്കും. അയ്യോ ബ്രദർ, ഇതൊരു 10 വർഷം മുമ്പ് കേൾക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ 25 വർഷം മുമ്പ് കേൾക്കേണ്ടതായിരുന്നു. കാരണം അതിനിടയ്ക്ക് എനിക്ക് ഒത്തിരി അബദ്ധങ്ങൾ പറ്റി, എനിക്ക് ഒത്തിരി വേസ്റ്റ് എക്സ്പീരിയൻസസ് ഉണ്ടായി, ഒത്തിരി വേസ്റ്റ് ചോയ്സസ് ഞാൻ എടുത്തു. ആ വേസ്റ്റ് ഞാൻ എടുക്കാതിരുന്നെങ്കിൽ ബെസ്റ്റ് നിങ്ങൾ പറയുന്നത് പോലെ കിട്ടുമായിരുന്നു. ഇപ്പോൾ ഇതാ ഞാൻ വേസ്റ്റിൽ വീണുപോയല്ലോ എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ ഞാൻ പറയട്ടെ, ഏറ്റവും വേസ്റ്റിൽ നിന്ന് ഏറ്റവും ബെസ്റ്റിനെ കൊണ്ടുവരുവാൻ ദൈവത്തിന് പറ്റും.
ഏറ്റവും വേസ്റ്റിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് പുറപ്പെടുവിക്കാൻ ദൈവത്തിന് പറ്റും. എത്ര പേർ ആമേൻ പറഞ്ഞു അതിന്? അതെങ്ങനെയാ പറയാൻ പറ്റുന്നത്? അതെങ്ങനെയാ പറയുന്നത്? അതിന് വാക്യമുണ്ടോ? ഞാൻ പറയട്ടെ, ഒരു പ്രസംഗത്തിൻ്റെ ഇതുപോലൊരു ടീച്ചിങ്ങിൻ്റെ ഓരോ സെൻറ്റൻസും ഓരോ റെഫറൻസ് ആയിരിക്കണം. സ്തോത്രം. ബെസ്റ്റ് എക്സാമ്പിൾ, വേസ്റ്റിൽ നിന്ന് ദൈവത്തിന് ബെസ്റ്റ് കൊണ്ടുവരാൻ തൊക്കണം കഴിയും. എൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ബെർഷേബ ദാവീദിൻ്റെ ബന്ധം. ബെർഷേബയും ദാവീദിൻ്റെ ബന്ധം, സ്തോത്രം, പഴയ നിയമത്തിലെ ഏറ്റവും കറുത്ത അധ്യായങ്ങളൊന്നാണ്. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു കാര്യമായിരുന്നു ബെർഷേബയും ദാവീദും തമ്മിലുള്ള ബന്ധം. വേസ്റ്റാണ്, മോശമാണ്. പക്ഷേ ആ വേസ്റ്റിൽ നിന്ന് ഏറ്റവും ബുദ്ധിമാനായ ബെസ്റ്റ് സോളമനെ ദൈവം പുറത്തെടുത്തു എങ്കിൽ, ആ വേസ്റ്റിൽ നിന്ന് ഏറ്റവും ബുദ്ധിമാനായ ഒരു സോളമനെ ദൈവം പുറത്തെടുത്തുവെങ്കിൽ, ഒരു ശലോമോനെ ദൈവം പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ, നിങ്ങൾക്ക് അബദ്ധം പറ്റും, പക്ഷെ ദൈവത്തിന് അബദ്ധം പറ്റുകയില്ല. നിങ്ങളുടെ തീരുമാനങ്ങൾ മോശമായി കാണാം, നിങ്ങളുടെ ചോയ്സസ് മോശമായി കാണാം, നിങ്ങൾ പലതിൽ സ്തോത്രം തോറ്റവരാണ്. പക്ഷേ ആ തോറ്റതിൽ വെള്ളപൂശാതെ, ആ തോറ്റതിൽ കിടന്നുരുളാതെ, പകരം ദൈവത്തിന് മുൻപിൽ, കൗൺസിലേഴ്സിൻ്റെ മുൻപിലല്ല, അഡ്വക്കേറ്റിന് മുൻപിലല്ല, മറ്റാരുടെയെങ്കിലും മുൻപിലല്ല, നോട്ട് ഈവൻ ദൈവദാസന്മാരുടെ മുൻപിലല്ല, പറയേണ്ടവനോട് നിങ്ങൾ പറയുമ്പോൾ, അപ്പോൾ എനിക്കിത് അബദ്ധം പറ്റിപ്പോയി, നീ ഒന്ന് കൈകാര്യം ചെയ്യണമേ, നിന്റെ കരം ചലിക്കണമേ. നീ ഇത് എൻ്റെ കരം ചലിച്ചാൽ ഞാൻ കുഴിയിൽ നിന്ന് കുഴിയിലേക്ക് പോകത്തേയുള്ളൂ. ഞാൻ പറയുന്നതെല്ലാം തെറ്റുന്നു, എൻ്റെ തീരുമാനം വേസ്റ്റായി പോകുന്നു, എൻ്റെ അവസ്ഥകൾക്ക് ഞാൻ പറഞ്ഞ സംഭവം അങ്ങയുടെ കരത്തിൽ ഈ വിഷയത്തെ ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ, അങ്ങയുടെ കരത്തിൽ എൻ്റെ വിഷയത്തെ ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ, യേശുവിൻ നാമത്തിൽ, അടുത്ത സെന്റൻസ് പ്രൊഫസിയാണ്, നിന്റെ അലങ്കോലങ്ങളെ അലങ്കാരങ്ങളാക്കി. നിന്റെ അലങ്കോലങ്ങളെ അലങ്കാരങ്ങളാക്കി ദൈവം തീർക്കുക. സോ വേസ്റ്റിൽ നിന്ന് ബെസ്റ്റിനെ തീർക്കുവാൻ ദൈവത്തിന് കഴിയുക. ആമേൻ. രണ്ടുപേരെ തൊട്ട് പെട്ടെന്ന് പറഞ്ഞാട്ടെ, തോൽക്കാൻ എനിക്ക് മനസ്സില്ല. പെട്ടെന്ന് പറഞ്ഞേ. ഉറങ്ങിയിരിക്കുന്ന അങ്കിളിനെ തട്ടി എണിപ്പിച്ച് പറ, തോൽക്കാൻ എനിക്ക് മനസ്സില്ല. ജീവിതം തോൽക്കാനുള്ളതല്ല, ആർക്കും തോൽപ്പിക്കാൻ കഴിയത്തുമില്ല. ജീവിതം തോൽക്കാനുള്ളതല്ല. ഒരു വിഷയങ്ങൾക്ക്, ഒരു വ്യക്തികൾക്ക് നിങ്ങളെ തോൽപ്പിക്കാൻ തക്കോണം കഴിയത്തില്ല. നിങ്ങൾ ജയിച്ച് ജീവിക്കുക. ഓ, ആരും കേട്ടില്ല? ഒരു കൂടെ എങ്ങനെ ജീവിക്കും? ജയിച്ച് ജീവിക്കും. വിശ്വാസമുള്ള രണ്ട് കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ച. ഹൗ ആർ യു? എങ്ങനെയുണ്ട്? അങ്ങ് പോകുന്നു. നോ, അങ്ങ് പോകല്ല, ജയിച്ച് ജീവിക്കുന്നു. ഗോയിങ് ഓൺ. നോ, ബ്രേക്ക് പൊട്ടിയ വണ്ടി പോലെ പോകുന്നു. നോ, അതല്ല. ഹീസ് ഇൻ കൺട്രോൾ. അവൻ എൻ്റെ രാജാവാ, എൻ്റെ സിംഹാസനത്തിൽ അവനാ. അവൻ ജയിച്ച് ജീവിക്കുക. അതുകൊണ്ട് ഞാൻ ജയിച്ച് ജീവിക്കുന്നു. സോ ഇന്ന് ഈ സഭായോഗത്തിന് പുതിയൊരു ചിത്രം തന്നുവിടുകയാണ്. പൈസ തരണ്ട, ഫ്രീ ആണ്. ജീവിതത്തെക്കുറിച്ചൊരു പുതിയൊരു ചിത്രം, ജീവിതത്തെക്കുറിച്ച് പുതിയൊരു കാഴ്ചപ്പാടുണ്ടാകണം. ഞാൻ തോക്കത്തില്ല, തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. ഉറങ്ങിയിരുന്ന അങ്കിൾ ഇപ്പോഴാണ് കണ്ണു പറഞ്ഞത്. പഴയ സഖാവായിരിക്കും. സ്തോത്രം. തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. കാരണം ഇത് തോറ്റവന്മാരുടെ പുസ്തകമല്ല, ഇത് ജയിച്ചവൻ്റെ പുസ്തകം. സോ ഇൻട്രഡക്ഷനോടെ നമുക്ക് ആരംഭിക്കാം. സ്തോത്രം. ക്രിസ്തു യേശുവിൽ ഇതിലൊക്കെയും നാം പൂർണ്ണജയം പ്രാപിക്കുന്നു. വൈ? എന്തുകൊണ്ടാണ് പൂർണ്ണജയം പ്രാപിക്കുന്നത്? റോമാലേഖനം 8-ാം അധ്യായം സ്തോത്രം 1-ാം വാക്യം വായിക്കുമ്പോൾ, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. റോമർ 8:1. ഒന്നാമത്തെ റീസൺ അതാണ്. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. രണ്ടാം ഭാഗം മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല. സ്തോത്രം. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു, so therefore now no condemnation to them which are in Christ Jesus, who walk not after flesh but after spirit. സ്തോത്രം. അതെ, ജഡത്തെ അനുസരിച്ചല്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് തന്നെ ഒരു ശിക്ഷാവിധിയുമില്ല. ഒരു ശിക്ഷാവിധി ആർക്കാ ഇല്ലാത്തത്? ജഡപ്രകാരമല്ല. ചർച്ചിൽ വന്നിട്ട് തിങ്കൾ മുതൽ ശനി വരെ തോന്നുന്ന പോലെ നടക്കുന്നവരല്ല.
സ്തോത്രം. ഞായറാഴ്ച വന്ന് 2 പാട്ട് പാടിയിട്ട് അത് ബാക്കി ദിവസങ്ങൾ ആവശ്യമില്ലാത്തത് പറഞ്ഞും പാടിയും നടക്കുന്നവർക്കല്ല. ആർക്കാണ് ശിക്ഷാവിധി ഇല്ലാത്തത്? വഞ്ചിക്കപ്പെടല്ലേ, തോന്നുന്നത് പോലെ നടക്കുന്നവരല്ല, ബുദ്ധിയിൽ ആശ്രയിക്കുന്നവരല്ല, ജഡത്തിൽ ആശ്രയിക്കുന്നവരല്ല, ജീവിതത്തിൽ എന്തൊക്കെയോ ചുറ്റിക്കളി ഉള്ളവർക്കല്ല, പകരം ആത്മാവിൽ നടക്കുന്നവർക്ക് തന്നെ ഒരു ശിക്ഷാവിധിയുമില്ല. ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. 2 കൂട്ടരെ ആ ഒറ്റ വാക്യത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. Those who are walking in the flesh and those who are walking in the spirit. ജഡത്തിൽ നടക്കുന്നവർ, ആത്മാവിൽ നടക്കുന്നവർ. സ്തോത്രം. ജഡത്തിൽ നടക്കുന്നവർ യേശു ഇല്ലാത്തവർ, എന്നാൽ ആത്മാവിൽ നടക്കുന്നവർ യേശു ഉള്ളവർ. യേശുവിനുള്ളവർ മാത്രം കരങ്ങൾ ഉയർത്തിയാട്ടെ. യെസ്, നിങ്ങൾ നടക്കേണ്ടത് തോന്നിയതുപോലെയല്ല, നിങ്ങൾ നടക്കേണ്ടത് നാട്ടുകാരെ പോലെയല്ല, നിങ്ങൾ നടക്കുന്നത് രക്ഷിക്കപ്പെടാത്ത കൊച്ചപ്പം പറയുന്ന, കുഞ്ഞമ്മ പറയുന്ന വാക്ക് കേട്ടിട്ടല്ല, പകരം നിങ്ങൾ നടക്കേണ്ടത് ദൈവത്തിൻ്റെ വചനപ്രകാരമാണ്. നിങ്ങൾ കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടത്, നിങ്ങൾ സ്തോത്രം നടക്കേണ്ടത്. അങ്ങനെയെങ്കിൽ സ്തോത്രം, നിങ്ങൾ ഒരിക്കലും തോറ്റുപോകത്തില്ല. സോ തിരുവചനം പറയുന്നു, those who are in Christ Jesus, ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. നമ്പർ 1 എഴുതിയെടുക്കണം, ശിക്ഷാവിധി ഇല്ലാത്തത്. ഹൈഫൻ ഇട്ട് എഴുതണം, രക്ഷിക്കപ്പെട്ടവർ. രക്ഷിക്കപ്പെടുന്നതോടെ ജയം ആരംഭിക്കുകയാണ്. യേശുവിനെ രക്ഷകനെ കർത്താവായി സ്വീകരിക്കുന്നതോടെ ജയം ആരംഭിക്കുകയാണ്. 1-ാം സമ്മാനം ലോട്ടറി ടിക്കറ്റുകൾ ലഭിച്ച 1-ാം സമ്മാനം കിട്ടുന്ന ലോട്ടറി ടിക്കറ്റ് വരുന്നതോടെയല്ല ജയം ആരംഭിക്കുന്നത്. അമേരിക്കൻ വിസ സ്റ്റാമ്പ് ചെയ്യുന്നത് കൊണ്ടോ യൂറോപ്പിൽ ഷെങ്കൻ വിസ അനുസരിച്ച് പോകുന്നത് കൊണ്ടല്ല ജയം ആരംഭിക്കുന്നത്. വലിയ ഡിഗ്രി കിട്ടുന്നത് കൊണ്ടല്ല, കോടികളെ സമ്പാദ്യമല്ല. അതൊക്കെ ജീവിതത്തിന് അപൂർവമാണ്. അതൊക്കെ ചിലപ്പോൾ ലഭിച്ചിട്ടും ഒത്തിരി പേർ തോറ്റുപോയിട്ടുണ്ട്. പക്ഷേ സഹോദരി സഹോദരന്മാരെ, യേശു ജീവിതത്തിൽ വന്ന് യേശുവിൽ ജീവിക്കുന്ന ആരാണോ ഉള്ളത്, അവർ തോറ്റിട്ടില്ല, അവർ തോൽക്കാൻ കർത്താവ് സമ്മതിച്ചിട്ടുമില്ല. ഹല്ലേലൂയ. സോ യേശു കടന്നു വരുമ്പോൾ വലിയൊരു ചരിത്രം നിങ്ങളിൽ ആരംഭിക്കുന്നു. ഒരിക്കൽ കൂടെ, യേശു കടന്നു വരുന്നതോടെ പുതിയൊരു ചരിത്രം നിങ്ങളിൽ ആരംഭിക്കുകയാണ്. ലൂക്കോസ് എന്ന ഡോക്ടർ, ലൂക്കോസ് എന്ന വൈദ്യൻ 2 ചരിത്രങ്ങൾ എഴുതിയിട്ടുണ്ടായി. 1 ലൂക്കോസ് വിശേഷം, 2 അപ്പോസ്തല പ്രവൃത്തി. 2 ചരിത്രം. 1 ലൂക്കോസ് വിശേഷം. ലൂക്കോസ് വിശേഷം യേശു വന്ന ചരിത്രം. അപ്പോസ്തല പ്രവൃത്തി പരിശുദ്ധാത്മാവ് വന്ന ചരിത്രം. ഒരിക്കൽ കൂടെ, ലൂക്കോസ് വിശേഷം യേശു വന്ന ചരിത്രം, അപ്പോസ്തല പ്രവൃത്തി പരിശുദ്ധാത്മാവ് വന്ന ചരിത്രം. ഇതുപോലെ 2 ഇൻവേഷൻ നിങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ 2 അതേ ചരിത്രം നിങ്ങളിൽ ഉണ്ടാകുന്നു. 1 യേശു കർത്താവ് നിങ്ങളിൽ കടന്നു വരുന്നു. യേശു നിങ്ങളിൽ വരുമ്പോൾ നിങ്ങളിൽ മാറ്റം ഉണ്ടാകുന്നു. കേട്ടവർ ആമേൻ പറഞ്ഞേ. യേശുവൻ ഉള്ളത്തിൽ വന്ന നാളിൽ എന്ത് മാറ്റം വന്നു എന്നിൽ. കാരണം യേശു നിങ്ങളിൽ വരുമ്പോൾ നരഭോജികളാകുന്ന നിങ്ങൾ നരസ്നേഹികളായി തീരുന്നു. യേശു നിങ്ങളിൽ വരുമ്പോൾ നിങ്ങളിൽ മാറ്റമുണ്ടാകുന്നു, നിങ്ങളിൽ മാറ്റമുണ്ടാകുന്നു. നമ്പർ 2 പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുമ്പോൾ നിങ്ങളിലൂടെ മറ്റുള്ളവർക്ക് മാറ്റം സംഭവിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ കർത്താവിൻ്റെ സാക്ഷികളാകുന്നു. നിങ്ങൾ അവരോട് സുവിശേഷം പറയുന്നു, നിങ്ങൾ പ്രൊഫസ് ചെയ്യുന്നു, നിങ്ങൾ അന്യഭാഷ വ്യാഖ്യാനിച്ചു മറ്റുള്ളവരോട് ദൂത് പറയുന്നു, നിങ്ങൾ കൈവച്ച് രോഗികളെ സൗഖ്യമാക്കുന്നു. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. പരിശുദ്ധാത്മാവുള്ള എല്ലാവരും ദൈവത്തിൻ്റെ ചാനലുകളാണ്. ഓ, കേട്ടില്ല. പരിശുദ്ധാത്മാവിൻ്റെ അനോയിന്റിങ്ങിൽ, അഭിഷേകത്തിൽ, വരങ്ങളിൽ നിറയപ്പെട്ടിരിക്കുന്ന സകലരും ആയിരങ്ങൾക്ക് വിടുതൽ കൊടുക്കുന്ന ദൈവത്തിൻ്റെ ചാനലുകളാണ്. സോ യേശു നിങ്ങളിൽ വരുമ്പോൾ നിങ്ങളിൽ മാറ്റം വരുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുമ്പോൾ നിങ്ങളിലൂടെ മാറ്റം വരുന്നു. ഡോക്ടർ ലൂക്കോസ് എഴുതിയത് എത്രയോ വാസ്തവമാണ്. 2 ചരിത്രം എഴുതി. 1 യേശു വന്നപ്പോൾ നിങ്ങൾക്ക് മാറ്റമുണ്ടായി, 2 പരിശുദ്ധാത്മാവ് വന്നപ്പോൾ നിങ്ങളിലൂടെ മാറ്റമുണ്ടായി. ലൂക്കോസ് വിശേഷം 1-ാമത്തെ ചരിത്രം, അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ ചരിത്രം. ലൂക്കോസ് വിശേഷം 1:1 അപ്പോസ്തല പ്രവൃത്തി 1:1 നിങ്ങൾ വായിക്കുമ്പോൾ 2 സിമിലർ ആണ്. 2 ചരിത്രം എന്ന് തന്നെ തിരുവചനം പറയുന്നു. സോ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇമ്മാനുവേലാകുന്ന കർത്താവ് അടുത്തുകൂടാത്ത പ്രകാശത്തിൽ അധിവസിച്ചവൻ വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് തൻ്റെ പാദസ്പർശനം ചെയ്തപ്പോൾ, അഥവാ യേശു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ ചരിത്രം BC എന്ന AD എന്ന 2ആയി വിഭാഗിക്കപ്പെട്ടു. ഇന്ന് പകൽക്കാലം യേശു നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ പാപം മാറി, പകരം നിങ്ങൾ രക്ഷിക്കപ്പെടുന്നു. അനീതി പോയിട്ട് നീതി പ്രാപിക്കുന്നു. താഴ്ച മാറി ജീവിതം ഉയർച്ചപ്പെടുന്നു. താഴ്ത്തപ്പെടാതെ ജീവിതം മാനിക്കപ്പെടുന്നു. അതേ, ശിക്ഷയിൽ നിന്ന് രക്ഷയിലേക്ക് കടന്നു വരുന്നു. ശാപം തകരുന്നു, പകരം അനുഗ്രഹം കടന്നു വരുന്നു. തോൽവി മാറി പകരം ജയമുണ്ടാകുന്നു. യേശു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ ജയം ഉണ്ടാകട്ടെ. ജയം. ഹല്ലേലൂയ.